നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു യാത്രാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി യാത്ര പോയാലോ? എന്നും അടിപൊളി യാത്രകളാണ്. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയുടെ മനോഹരമായ ഒരു പ്രദേശത്തേക്കാണ്. കൂടുതലും വനങ്ങളുടെ ഉള്ളിൽ കൂടിയുള്ള വനപാതയിൽ കൂടിയാണ് യാത്ര. നമ്മുടെ അച്ചൻകോവിൽ പോലെ സാഹസികമായ ഒരു യാത്രാ അനുഭവം തരുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊല്ലം ജില്ലയിലെ മാമ്പഴത്തറ കുറവൻതാവളം. നിങ്ങൾക്കറിയാം, ഒരുപാട് എസ്റ്റേറ്റ് ലയങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള തോട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് മാമ്പഴത്തറയും കുറവൻതാവളവും ഒക്കെ. ഇവിടുന്ന് നമുക്ക് പോകണമെങ്കിൽ പുനലൂർ ചെന്നിട്ട് നെല്ലിപ്പള്ളി വഴി കയറി നമുക്ക് ചാലിയേക്കര ചെന്നിട്ട് നേരെ മാമ്പഴത്തറ കുറവൻതാവളത്തെത്താം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുനലൂരിൽ നിന്നും നേരെ നമ്മൾ പോകുന്ന എവിടെ നമ്മുടെ തെന്മലയിലേക്ക് പോയി അവിടുന്ന് തിരുമംഗലം ദേശീയപാത വഴി കഴുതുരുട്ടിയിലെത്തി അവിടുന്ന് നമുക്ക് തിരിഞ്ഞ് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് മാമ്പഴത്തറയിലേക്ക് പോകാം. അപ്പോൾ കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വനത്തിൽ കൂടിയുള്ള യാത്ര ഇച്ചിരി സാഹസിക യാത്രയാണ്. നോക്കിയും കണ്ടുമൊക്കെ പോകണം. കാരണം വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. എപ്പോഴും മൃഗങ്ങൾ നമ്മുടെ റോഡിൽ ഇരുവശത്തൊന്നും പാസ് ചെയ്യുന്ന സ്ഥലമാണ്. വളഞ്ഞു കുളഞ്ഞ റോഡുകളും അതുപോലെ തന്നെ മൃഗങ്ങളുടെ ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാം. കാട്ടാനകളൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ ഒടിക്കുന്ന ശബ്ദം കേൾക്കാം. അപ്രതീക്ഷിതമായിട്ടായിരിക്കും ആനക്കൂട്ടം മുന്നിൽ വന്ന് പെടുക. അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം. പക്ഷേ ഇരുചക്ര വാഹനത്തിലെ യാത്ര ഒരു സുഖം തന്നെയാണ്. സാഹസിക സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഈ സ്ഥലം. കാരണം മനസ്സിൽ കുറച്ച് ഭയവും അതുപോലെ കാഴ്ചയുടെ ഭംഗിയും എല്ലാം കൂടെ ഇങ്ങനെ ഒരു മിക്സ് ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്. വനപാതയിലൂടെ യാത്ര പോകുമ്പോൾ ഇരുവശവും പച്ചപ്പിന്റെ ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. എന്നാൽ മഴ പെയ്തു ഇങ്ങനെ എല്ലാവരും പച്ചപ്പും അടിക്കാടുകളും എല്ലാം വളർന്നു കിടക്കുന്ന ഒരു കാഴ്ച തന്നെ മനോഹരമാണ്. നല്ല തണുപ്പാണ്. കോടമഞ്ഞിറങ്ങുന്ന മലനിരകളും ചില ഭാഗത്ത് കാണാം. കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും. റോഡൊക്കെ ഇടയ്ക്ക് മോശമൊക്കെയാണ്. എങ്കിലും വളഞ്ഞു പുളഞ്ഞ റോഡുകൾ, ഇരുവശവും വനത്തിന്റെ വശ്യമായ സുന്ദരമായ കാഴ്ചകൾ. ഉച്ച സമയത്ത് പോലും സൂര്യപ്രകാശം കൊണ്ട് കടന്നെത്താത്ത ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡിൽ ഇങ്ങനെ കനനവാത യാത്രക്കിടയിൽ കാട്ടാനയുടെ ഭയപ്പെടുന്ന ചിഹ്നംവിളിയും ഒക്കെ കേൾക്കും. അപ്പോൾ പേടിപ്പെടുത്തുന്ന ചില കാഴ്ചകളുമൊക്കെ നമുക്ക് വന്യമൃഗങ്ങളിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ സൂക്ഷിച്ചു പോകണമെന്ന് ഒന്നുകൂടി പറയുകയാണ്. മരങ്ങൾ ചവിട്ടി മരിക്കുന്നതിന്റെ ശബ്ദവും കൂടാതെ റോഡിൽ അങ്ങിങ്ങായി ആനപ്പിണ്ടങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നെഞ്ചൊന്ന് കിടുങ്ങും. എങ്കിലും മയിലും കാട്ടുപന്നികളും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ കാഴ്ച മനോഹരമായി കാണാം. മാനും അതുപോലെ കേഴയും ഒക്കെ ഇങ്ങനെ റോഡിൽ പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു കാഴ്ച കണ്ടാൽ സന്തോഷം വരും, അല്ലെ? അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് പോകുന്ന സാഹസിക സഞ്ചാരികൾക്ക് ഇതൊക്കെ കാണണം. ഇതെല്ലാം തോട്ടം മേഖല ഉൾപ്പെട്ട മാമ്പഴത്തറയിലേക്കുള്ള യാത്രക്കിടയിലെ കാഴ്ചകളാണ് കേട്ടോ. ഇരുചക്ര വാഹനത്തിലാകുമ്പോൾ ഇച്ചിരി ഡേഞ്ചർ യാത്രയാണ് കേട്ടോ. എങ്കിലും നോക്കിയൊക്കെ പോകും. പക്ഷെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വനത്തിന്റെ സൗന്ദര്യം അങ്ങോട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റൂ. കാരണം ആ ഒരു കാഴ്ചകൾ നമുക്ക് ഇരുവശത്തുനിന്ന് കാണാൻ പറ്റും. ഒരു കാറിലൊക്കെ യാത്ര ചെയ്താൽ അത്രയ്ക്ക് അങ്ങോട്ട് കാഴ്ച കിട്ടില്ല. വനവും തോട്ടം മേഖലയും നിറഞ്ഞ മാമ്പഴത്തറയിലേക്കുള്ള യാത്ര ആരെയും ആനന്ദിപ്പിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഇറങ്ങി നിന്ന് സെൽഫി എടുപ്പൊക്കെ റിസ്ക് ആണ് കേട്ടോ. ഫോറസ്റ്റുകാർ പ്രത്യേകം ബോർഡുകൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇറങ്ങി നിന്ന് റിസ്ക് എടുക്കരുത്. കാരണം പുലിയും കടുവയും അതുപോലെ തന്നെ മറ്റുള്ള കരടിയും ഒക്കെ ഉള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഹാരിസൽ എസ്റ്റേറ്റിന്റെ റബ്ബർ തോട്ടവും റബ്ബർ മുറിച്ച ഭാഗത്ത് കിലോമീറ്ററുകൾ നീണ്ട കൈതച്ചക്ക കൃഷിയും ഒക്കെ ആസ്വദിക്കാം. വാഹന തിരക്കില്ലാത്തതും നല്ല ആശ്വാസമാണ്. പക്ഷേ യാത്രക്കിടെ ചെറു തോടുകളും കുളിർമയുള്ള സ്ഥലങ്ങളും കാണുമ്പോൾ ഇറങ്ങി ഒന്നും പോകാൻ ശ്രമിക്കരുത്. പിന്നെ കുളയട്ടയുടെ ശല്യമുണ്ട്. ആനകളെ വെള്ളം കുടിക്കാൻ പോകുന്ന മൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴുതുരുട്ടിയിൽ നിന്ന് 9 കിലോമീറ്റർ പിന്നിടുമ്പോൾ മെത്താപ്പ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം കാണാം. കൊടൈക്കനാലിന്റെ ഊട്ടിയിലും മൂന്നാറിലും ഒക്കെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ കണ്ട് പാതയോടിഞ്ഞ് ചേർന്ന് എന്ന സഞ്ചാരികൾക്ക് പ്രകൃതി ഒരുക്കിയ വിദൂര കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വളഞ്ഞു പുളഞ്ഞ വനത്തിന്റെ വശ്യതയിലേക്ക് കോടമഞ്ഞിന്റെ ഇടയിലേക്ക് ഇങ്ങനെ ഓടിപ്പോകാം കേട്ടോ. അതുപോലെ കണ്ടെത്താ ദൂരത്ത് പ്രകൃതിയുടെ മനോഹര കാഴ്ചയെല്ലാം നമ്മളെ വിസ്മയിപ്പിക്കും. നമ്മുടെ കൊല്ലത്ത് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളല്ലേ. നമ്മുടെ വനമേഖലകൾ സുന്ദരമാണ്. അത് കൊല്ലം നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം ജില്ലയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒറ്റപ്പെട്ട റോഡായതിനാൽ വാഹനങ്ങളുടെ ക്ഷമതയൊക്കെ ഉറപ്പുവരുത്തണം. നല്ല രീതിയിൽ വാഹനമൊക്കെ ക്ലിയർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സിസ്റ്റമാണ്. പിന്നെ പെട്രോൾ കൃത്യമായി അടിച്ചോടെ. എങ്ങും പെട്രോൾ പമ്പ് ഒന്നുമില്ല. എങ്ങും പെട്ടുപോയാൽ പെട്ടതാണ്. അതുപോലെ തന്നെ പലപ്പോഴും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ റോഡിലും പാതയോരങ്ങളിലും ഒക്കെ നിൽക്കാനുണ്ട്. അതുപോലെ തന്നെ കാട്ടുപോത്തിനെ ഭയങ്കരമായി സൂക്ഷിക്കണം. കുട്ടികൾ ഒപ്പം ഉണ്ടെങ്കിൽ അത് അക്രമം പ്രകടിപ്പിക്കും നമ്മുടെ അടുത്ത്. അതുകൊണ്ട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിൽ പലപ്പോഴും 10ഉം 15ഉം കാട്ടാനകൾ ഇങ്ങനെ ദൂരെ നിന്ന് മെയ്യുന്ന കാഴ്ചയൊക്കെ മനോഹരമായി കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ അത് വൈകുന്നേര സമയങ്ങളാണ് ആനകളും മൃഗങ്ങളും കൂടുതൽ ഇറങ്ങുക. പകൽ സമയത്താണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന സമയം കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് മൃഗങ്ങളെ കാണാം. ഇത് ഇടയ്ക്കൊരു സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് മൃഗങ്ങളൊന്നും ഇറങ്ങുന്ന സമയമല്ല. എങ്കിലും ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക, നമുക്കൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ പല മൃഗങ്ങളും പെട്ടെന്ന് ഓടി വരും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ. അപ്പോൾ അങ്ങനെ കരുതലോടെ പോയാൽ നമുക്ക് സൗന്ദര്യം ആസ്വദിച്ച് പോകാം. രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ സുഖ യാത്രയാണ്. സാധാരണ ഞാൻ ഒറ്റയ്ക്കൊക്കെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ എന്റെ കൂടെ ആൾക്കാരുണ്ടാവും. മാമ്പഴത്തറ ഞാൻ പലതവണ ഒറ്റയ്ക്ക് പോയ സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ എന്റെ കൂടെ ഒരാളുണ്ട്. എന്തെങ്കിലും
പിന്നിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വഴിയിലെങ്കിൽ ഇറങ്ങുന്ന വനത്തെ ഉള്ളിലൊക്കെ ഒന്ന് കയറാൻ ശ്രമിക്കരുത്. അപകടമാണ്, പതിയിരിക്കുന്ന അപകടമാണ് എന്ന് പറയാം. പക്ഷെ നിങ്ങൾക്ക് കണ്ടു ആസ്വദിച്ച് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യാം. ഫോറസ്റ്റിന്റെ നിബന്ധനകളൊക്കെ പാലിക്കണം എന്ന് മാത്രം. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് നമ്മുടെ ഏറെ പ്രശസ്തമായ മാമ്പഴത്തറ ദേവീക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിന് ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രവുമായി അടുത്ത ബന്ധമുണ്ട് കേട്ടോ. അയ്യപ്പന്റെ വധുവെന്ന സങ്കല്പമാണ് മാമ്പഴത്തറ ദേവിക്ക്. അതിനാൽ തന്നെ എല്ലാ വർഷവും കല്യാണ നിശ്ചയത്തിന് സമാനമായ ചടങ്ങുകൾ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന തിരക്കല്യാണ ചടങ്ങുകൾ പ്രശസ്തമാണല്ലോ. അപ്പോൾ മാമ്പഴത്തറ ദേവീക്ഷേത്രത്തിൽ നിന്ന് ദേവിയെ ദീപപ്രഭയിൽ ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയും വലിയ ആഘോഷവുമായി എല്ലാ വർഷവും കൊണ്ടാടുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോക്കകത്ത് നിങ്ങൾക്ക് വരുന്നത് നമ്മുടെ മാമ്പഴത്തറ ദേവീക്ഷേത്രത്തിന്റെ കഥയും ചരിത്രങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ്. അതുപോലെ കുറവന്താവളത്തെത്തിയാൽ കാഴ്ച മനോഹരമാണ്. കോറമഞ്ഞിറങ്ങുന്ന എസ്റ്റേറ്റ് ലയങ്ങളുടെ പശ്ചാത്തലം, അല്ലെങ്കിൽ ദേവീക്ഷേത്രം അവിടെ കൊണ്ടുവരണം. അതുപോലെ നമുക്ക് കന്തിരിപ്പാറ പള്ളിയുണ്ട്. അതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. ലയങ്ങളുടെ ഒരു കാഴ്ചകൾ തന്നെ മനോഹരമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പെടുന്ന ലയങ്ങളാണ് ഏറെ ഉള്ളത്. ഒരു തനി നാടൻ വനഗ്രാമമാണ് കുറവന്താവളവും മാമ്പഴത്തറയും ഒക്കെ. നിങ്ങൾ കൊല്ലക്കാരും ആരെങ്കിലും ഒക്കെ ഈ അവധി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ മനോഹരമായ സ്ഥലത്തെന്താ പോകണം. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് കുട്ടികളുമായിട്ടൊന്നും ഇറങ്ങി നിൽക്കരുത്. ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ദൂരെ കാഴ്ചയുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ദൂരെ ആണെന്നാലൊക്കെ കാണാം ഈ ഭാഗത്ത് കേട്ടോ. പക്ഷേ ഈ സൈഡിൽ നിന്ന് പെട്ടെന്ന് പാസ് ചെയ്യുന്ന മൃഗങ്ങളാണ് അപകടകരമായി നമ്മുടെ മുന്നിലെത്തുന്നത്. ഇതൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റില്ല. ഈ കാണുന്ന ഭാഗത്തൊക്കെ ആനകളൊക്കെ വന്ന് ഇറങ്ങുന്നതാണ്. ഈ ഭാഗത്ത് ഇടതുണ്ട്. ഈ ഭാഗത്ത് ആനകൾ മേയുന്നൊരു സ്ഥലമാണ്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു ചതുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ നിർത്തി ഇറങ്ങി ഷൂട്ട് ചെയ്യാനോ അല്ലെ കാണാനോ സെൽഫി എടുക്കാനോ ഒന്നും ശ്രമിക്കരുത്. നിങ്ങൾക്ക് അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ മാമ്പഴത്തറയിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാലിയക്കര വഴി പോയാലും നല്ല കാഴ്ചകളാണ്. അതുപോലെ തന്നെ കരുതുരുട്ടി വഴി പോയാലും നല്ല കാഴ്ചകളാണ്. അവിടെ വലത്തോട് തിരിഞ്ഞ് അമ്പനാട് സ്റ്റേറ്റിൽ പോയി കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും 2-3-4 പേര് പോകുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതം എന്ന് പറയാം. അത്രയ്ക്ക് വന്യമായ ഒരു വനപ്രദേശങ്ങളൊക്കെയാണ് ഇതൊക്കെ. നമ്മുടെ തെന്മലയും അച്ചൻകോവിലും ആര്യങ്കാവും ഒക്കെ വലിയ നിബിഡ വനപ്രദേശങ്ങളാണ്. മൃഗങ്ങൾ ഏറ്റവും ഉള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു പോവുക. ഏതായാലും കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ നമ്മൾ സുരക്ഷിതരായി പോകണം. അതുപോലെ കാഴ്ചയും കാണണം, ആസ്വദിക്കണം, എല്ലാം വേണമല്ലോ. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി ഇതുപോലെ മനോഹരമായ വനപ്പച്ചകൾ, വനത്തിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ ആദിവാസി സമൂഹങ്ങളുടെ നേർക്കാഴ്ചകളും ഒക്കെ നമ്മൾ ഒരുപാട് തന്നിട്ടുണ്ട്. ഇനിയും തരും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും അപ്പോഴപ്പോൾ കിട്ടും. അപ്പോൾ ഇനിയും മനോഹരമായ കാഴ്ചകളുമായി ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ യാത്രയുടെ പ്രചോദനം എന്ന് പറയുന്നത്. വനയാത്രകൾ നിസ്സാരമല്ല, ഇത്തിരി റിസ്ക് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്തത് ഇതുപോലെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.